നമുക്ക് ഏതായാലും ഒന്ന് സന്തോഷിലേക്ക് പോകാം. സന്തോഷ്, മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ കണ്ണൂരിൻ്റെ പിന്നീട് വന്ന റൗണ്ടുകളും അവസ്ഥയും എന്താണ്? തളിപ്പറമ്പിൻ്റെ അവസ്ഥ എന്താണ്? മട്ടന്നൂരിൻ്റെ അവസ്ഥ എന്താണ്? അതുപോലെ പയ്യന്നൂരിൻ്റെ അവസ്ഥ എന്താണ്? ഒപ്പം ധർമ്മടം LDF ലീഡിലേക്ക് മടങ്ങി വന്നല്ലോ, 7ാമത്തെ റൗണ്ടിലോ മറ്റോ ആണല്ലേ? ശരത്ത്, 7ാമത്തെ റൗണ്ടിലാണ് ധർമ്മടത്ത് LDF ഇപ്പോൾ ലീഡ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പെരളശ്ശേരി പഞ്ചായത്താണ്. അവിടെ ഇനി 14 ബൂത്തുകൾ കൂടി എണ്ണാനുണ്ട്, ഒരു റൗണ്ട് കൂടി പൂർത്തിയാകാനുണ്ട്. അതിനു മുൻപ് ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ 1536 വോട്ടിന്റെ ലീഡ് പിടിച്ചിരിക്കുകയാണ്. ഇനി എണ്ണാനുള്ള ഒരു റൗണ്ട് കൂടി, പെരളശ്ശേരി പഞ്ചായത്തിലെ ഒരു റൗണ്ട് കൂടി LDFന് നല്ല ലീഡ് നൽകും എന്നുള്ള പ്രതീക്ഷയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പതിയെ ലീഡ് ധർമ്മട മണ്ഡലത്തിൽ LDF ഉയർത്തും. അത് കഴിഞ്ഞ് കടമ്പൂർ പഞ്ചായത്തിലേക്കാണ് പോകേണ്ടത്. കടമ്പൂർ പഞ്ചായത്തിൽ എത്തുമ്പോഴേക്കും ഒരു ശക്തമായിട്ടുള്ള മത്സരം നടക്കും. അവിടെ UDFന് നേരിയ ലീഡ് കിട്ടിയാൽ പോലും ഈ പെരളശ്ശേരിയിൽ നിന്ന് കിട്ടിയ LDFന് കിട്ടിയ ലീഡ് മറികടക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞ് പിന്നീട് എത്തേണ്ടത് മുഴുപ്പിലങ്ങാടേക്കാണ്. മുഴുപ്പിലങ്ങാട് എത്തുമ്പോൾ UDF ലീഡ് തിരിച്ചു പിടിക്കാനുള്ള ഒരു നേരിയ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ധർമ്മടവും പിണറായിയുമാണ്. ധർമ്മടവും പിണറായിയും എന്തായാലും LDFന് വ്യക്തമായ ലീഡ് നൽകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ LDFന്റെ ഒരു വിജയ സാധ്യത തന്നെയാണ് ധർമ്മടത്ത് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും പതിയെ ലീഡ് ഉയർത്തുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് പെരളശ്ശേരിയിലേക്ക് എത്തുമ്പോൾ ഈ ധർമ്മട മണ്ഡലത്തിലെ കാര്യങ്ങൾ പോകുന്നു. ഓക്കെ, മറ്റു മണ്ഡലങ്ങൾ? പയ്യന്നൂർ. മറ്റു മണ്ഡലങ്ങൾ, ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ. പയ്യന്നൂരിൽ പതിയെ UDF ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് പയ്യന്നൂരിലെ ലീഡ് 6000-നടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പയ്യന്നൂരിലെ ലീഡ് ഏതായാലും ഇനിയും വളരെ കുറച്ച് റൗണ്ടുകൾ മാത്രമേ ഇനി പയ്യന്നൂരിൽ എണ്ണാനുള്ളൂ. അതുകൊണ്ട് തന്നെ പയ്യന്നൂരിൽ ഒരു നല്ല UDF കേന്ദ്രങ്ങളാണല്ലേ ബാക്കിയുള്ളത്? UDF കേന്ദ്രങ്ങളല്ല, ഇനി എണ്ണാനുള്ളത് LDFന്റെ പഞ്ചായത്തുണ്ട്. പക്ഷേ അവിടെ എത്ര ലീഡ് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു ഈ നിലവിലുള്ള പല സ്ഥലങ്ങളിലും ഉണ്ടായ പോലെ വോട്ട് UDFന് അനുകൂലമായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര വോട്ട് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഏതായാലും UDFന് ഒരു മേധാവിത്വം തന്നെയാണ് ഇതുവരെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ട് നിലയൊക്കെ നോക്കുമ്പോൾ ഉള്ളത്. അതുപോലെ തന്നെയാണ് തളിപ്പറമ്പിലെ കാര്യങ്ങളിലും. തളിപ്പറമ്പിലും പതിയെ UDF ലീഡ് നില ഉയർത്തുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. UDFന്റെ TK ഗോവിന്ദൻ മാസ്റ്റർ അവിടെ ലീഡ് നില ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മട്ടന്നൂരിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു സാഹചര്യം. വോട്ട് നില അങ്ങോട്ടും ലീഡുകൾ മാറി വരുന്നു. 500-ന് 1000-ൽ താഴെയുള്ള ലീഡിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുന്നു. ചന്ദ്രൻ തില്ലങ്കേരിക്കും അതുപോലെ VK സനോജിനും ഈ വോട്ട് മാറി നിലവിലിപ്പോൾ മട്ടന്നൂരിൽ UDF മട്ടന്നൂരിൽ ഏറ്റവും ഒടുവിലുള്ള ഒരു ഇപ്പോഴുള്ള അവസാനത്തെ ഒരു റൗണ്ട്. ഒരു മിനിറ്റ് സ്ഥലത്താ റൗണ്ട് നോക്കട്ടെ. ആ റൗണ്ട് കൂടി പുറത്തു വരുമ്പോൾ മട്ടന്നൂരിൽ 552 വോട്ടിന്റെ ലീഡാണ് VK സനോജിനുള്ളത്. 7 റൗണ്ട്, അതായത് ആകെയുള്ള 15 റൗണ്ടിൽ 7 റൗണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 500-600 വോട്ടിന്റെ ലീഡ് നില മാറി വരുന്ന ഒരു സാഹചര്യമാണ് മട്ടന്നൂരിലുള്ളത്. അതും LDFനെ സംബന്ധിച്ച് തിരിച്ചടിയാണ് മട്ടന്നൂർ. റൈറ്റ്, ശരി, വരാം സന്തോഷിലേക്ക്.